മനുഷ്യൻ സങ്കടക്കടലിൽ ആണ്ടുപോകുകയാണ്. മരിക്കുന്നതിനിടയിൽ ജീവിതത്തിൽ സുഖം ഒരല്പസമയം മാത്രമാണ് ആസ്വദിക്കാൻ സുഖിക്കാനുമായി അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ളത്. മനുഷ്യന്റെ ജീവിതത്തിൽ ധാരാളം ദുഃഖങ്ങൾ അവനെ അലട്ടാറുണ്ട്, ധാരാളം പ്രതിസന്ധികളും പ്രയാസങ്ങളും അവനെ പിടിച്ചുകുലുക്കാറുണ്ട്. മനുഷ്യനെ ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിക്കുന്ന, മനുഷ്യനെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തുന്ന, ഒരുപക്ഷേ മനുഷ്യന്റെ ഹൃദയം തന്നെ തകർന്നു പോകുന്ന ഏറ്റവും വലിയ ദുഃഖം അവന്റെ ഉറ്റവരുടെയും ഉടയവരുടെയും വേർപാടാണ്, വിയോഗമാണ്, മരണമാണ്. അതിൽ തന്നെ പ്രത്യേകിച്ച് ഒരാളുടെ മകനോ മക്കളുടെ വേർപാട് ഒരാൾക്കും താങ്ങാൻ കഴിയില്ല. വളരെ പ്രയാസമാണ്, വളരെ വേദനയാണ്. അപ്പോ ഈ ദുഃഖം, ഈ മരണത്തിന്റെ പേരിലുണ്ടാകുന്ന വേർപാട്, മരണത്തിന്റെ പേരിലുണ്ടാകുന്ന ദുഃഖം അതൊരാൾക്കും പിടിച്ചു നിർത്താൻ കഴിയില്ല. അത്രത്തോളം വലിയ ദുഃഖമാണ്, വലിയ പ്രയാസമാണ്. ഓരോരുത്തരുടെയും മരണങ്ങൾ കണ്ട് ഞാനും നിങ്ങളും പ്രയാസപ്പെടുമ്പോ മരണപ്പെട്ടുപോയ വ്യക്തിയുടെ ബന്ധുമിത്രാദികളെ സാന്ത്വനിപ്പിക്കാനും സമാശ്വസിപ്പിക്കാനും ഞാനും നിങ്ങളും പാടുപെടാറുണ്ട്, പ്രയാസപ്പെടാറുണ്ട്. ഈ വേളയിലൊക്കെ, ഈ സമയത്തൊക്കെ ഞാനും നിങ്ങളും മരിക്കേണ്ടവരാണ് എന്ന ഒരു ചിന്ത എപ്പോഴെങ്കിലും നമ്മുടെയൊക്കെ ഹൃദയത്തിൽ കടന്നുകൂടിയിട്ടുണ്ടോ? പലപ്പോഴും ഈ ഒരു അവസ്ഥയ്ക്ക് ഞാനും നിങ്ങളും കീഴടങ്ങേണ്ടവരാണ് എന്ന യാഥാർത്ഥ്യം മറന്നുകൊണ്ട് പലരെയും സമാശ്വസിപ്പിക്കാനും പലരുടെയും പ്രയാസങ്ങൾക്ക് അറുതി വരുത്താനും ഞാനും നിങ്ങളും മെനക്കെടുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരിമാര്, സഹോദരങ്ങൾ അറിയണം, ഈ മരണമെന്ന് പറയുന്ന പ്രതിഭാസം എനിക്കും നിങ്ങൾക്കും വന്നുകൂടാനുള്ളതാണ്. ഞാനും നിങ്ങളും അതിന് കീഴടങ്ങേണ്ടവരാണ്. അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടികളിൽ അത്ഭുതവും അത്ഭുത പ്രതിഭാസമെന്ന് പറയാൻ കഴിയുന്ന ഒരു സൃഷ്ടിപ്പാണ് മരണം. അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയാണ് മരണം. ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പലതും സൃഷ്ടിച്ചു. ലോകത്ത് അള്ളാഹുവിന്റെ സൃഷ്ടി വൈരാഗ്യങ്ങളും സൃഷ്ടി വൈഭവങ്ങളും ഞാനും നിങ്ങളും കണ്ണോടിച്ച ധാരാളം ഉണ്ടാകും. നമുക്കറിയാൻ കഴിയുന്നതും അറിയാൻ കഴിയാത്തതുമായ എത്രയോ സൃഷ്ടിജാലകങ്ങൾ അള്ളാഹു തആല ലോകത്ത് സൃഷ്ടിച്ചു. പ്രിയമുള്ള സഹോദരിമാരെ, സഹോദരങ്ങളെ, അത്ഭുതമെന്നും അത്ഭുത പ്രതിഭാസമെന്നും നമുക്ക് നിർവചിക്കാൻ കഴിയുന്നതിലപ്പുറം മരണമെന്ന് പറയുന്ന പ്രതിഭാസത്തിന് ഒരു നിർവചനം കൊടുക്കാൻ, മനുഷ്യ ശരീരത്തിൽ നിന്ന്, മനുഷ്യന്റെ ദേഹത്തിൽ നിന്ന് ദേഹിയുടെ വേർപാടിനെ, ദേഹിയുടെ വിയോഗത്തെ, ദേഹിയുടെ യാത്രയെ നിർവചിക്കാൻ നമുക്കൊരാൾക്കും കഴിയൂല. ഒരാൾക്കും മരണത്തെക്കുറിച്ച് നിർവചിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു അത്ഭുതമായിട്ട് മനസ്സിലാക്കാമെന്നതല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും നമുക്കതിനെക്കുറിച്ച് പറയാൻ കഴിയില്ല. മരണം അതൊരത്ഭുത പ്രതിഭാസമാണ്. മരണം അതൊരത്ഭുത പ്രതിഭാസമാണ്. കാരണം ലോകത്ത് മനുഷ്യൻ പലതും കണ്ടുപിടിച്ചു, മനുഷ്യൻ പല ഗവേഷണങ്ങളും നടത്തി. മനുഷ്യൻ ഈ ലോകത്ത് എത്തിപ്പിടിക്കാൻ കഴിയാത്ത മേഖലകളെ ധാരാളം മനുഷ്യനെന്ന് സ്വായത്തമാക്കിയിരിക്കുന്നു, മനുഷ്യനെന്ന് എത്തിപ്പിടിച്ചിരിക്കുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇന്ന് ഏറ്റവും കൂടുതൽ സാങ്കേതിക വളർച്ച പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഏറ്റവും കൂടുതൽ വിപ്ലവം, ഏറ്റവും കൂടുതൽ പുരോഗതി നടന്നുകൊണ്ടിരിക്കുന്നത് നാനോ ടെക്നോളജിയും അതുപോലെ തന്നെ IT വിപ്ലവവുമാണ്. ഈ രണ്ട് വിപ്ലവങ്ങൾ അതിന്റെ മൂർധന്യാവസ്ഥയിൽ, അതിന്റെ പാരമ്പര്യയിലേക്ക് എത്തുമ്പോ പ്രിയമുള്ള സഹോദരിമാരെ, സഹോദരങ്ങളെ, മനുഷ്യൻ എന്ന് പറയുന്ന ജീവി ഈ ലോകത്ത് പലതും കണ്ടുപിടിച്ചു, പല ഗവേഷണങ്ങളും നടത്തി. പലതിനെ കുറിച്ചും മനുഷ്യൻ ഇങ്ങനെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ പലതും കണ്ടുപിടിച്ചു. ഒരു കാലഘട്ടത്തിൽ റോബോട്ട് നമുക്ക് അത്ഭുതമായിരുന്നു, റോബോട്ടുകൾ അത്ഭുതമായിരുന്നു. ആ അത്ഭുതങ്ങൾക്കപ്പുറം വീണ്ടും മനുഷ്യന്റെ തലച്ചോറിനെ വിസ്മയിപ്പിച്ചുകൊണ്ട് അത്ഭുതങ്ങളിലേക്ക് മനുഷ്യനെ ചൂണ്ടിക്കൊണ്ട് അനധിവിദൂര ഭാവിയിൽ ഇൻഷാ അല്ലാഹ് ഈ മനുഷ്യനെ കാണാൻ കഴിയും. മനുഷ്യനെ പോലെ മലമൂത്ര വിസർജനം നടത്തുന്ന വിസർജ്യ വസ്തുക്കൾ കൊണ്ടുപോയി വിസർജ്യ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുന്ന, ഒഴിവാക്കുന്ന റോബോട്ടുകളെ അനധിവിദൂര ഭാവിയിൽ മനുഷ്യനെ കണ്ടെത്താൻ കഴിയും. അതുപോലെ തന്നെ ആകാശ ലോകത്തിലൂടെ, അനന്തവിഹായത്തിലൂടെ വായുമേഖലകളെ ചിറകിട്ടടിച്ചുകൊണ്ട് പറന്നു പോകുന്ന ഭക്ഷ്യപരവാദികളെ പോലെ മനുഷ്യനിന്ന് വിമാനങ്ങളിലൂടെ, ഫ്ലൈറ്റുകളിലൂടെ, ജെറ്റുകളിലൂടെ മനുഷ്യനിന്ന് ആകാശ ലോകത്തിലൂടെ പാറിപ്പറക്കാൻ ഇന്ന് മനുഷ്യന് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ സമുദ്രാന്തർഭാഗത്തിലൂടെ ഊളിയിട്ട് നീന്തുന്ന മത്സ്യങ്ങളെ പോലെ
സമുദ്രാന്തർഭാഗത്തിലൂടെ അന്തർവാഹിനി കപ്പലുകൾ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യനെന്ന് ഊഴിയിടാനും സമുദ്രാന്തർഭാഗത്തിലൂടെ യാത്ര ചെയ്യാനും മനുഷ്യനെന്ന് കഴിയുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഗവേഷണങ്ങളെ പലതും മനുഷ്യൻ കണ്ടെത്തുമ്പോ മരണമെന്ന് പറയുന്ന പ്രതിഭാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ? പലരും ആലോചിച്ചു. മരിക്കാതിരിക്കാൻ, മരണത്തെ ഒഴിവാക്കിയിട്ട് മനുഷ്യന് കാലാകാലം ജീവിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ഗവേഷണങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ബുദ്ധിയുണ്ടെന്ന് അവകാശപ്പെടുന്ന മനുഷ്യര് പരിശ്രമിച്ചു. പക്ഷേ മരണമെന്ന് പറയുന്ന പ്രതിഭാസത്തിന്റെ മുന്നിൽ മുട്ടുമുടക്കുകയല്ലാതെ മറ്റൊരു ഗവേഷണങ്ങളും കണ്ടെത്താൻ മനുഷ്യന് കഴിഞ്ഞിട്ടില്ല. അത്ഭുതമെന്ന് പറയുന്നത് വെറുതെയല്ല, ഇതൊരു അത്ഭുത പ്രതിഭാസം തന്നെ. ലോകത്തൊരാൾക്കും പിടികിട്ടിയിട്ടില്ല. ആത്മാവ് ലോകത്തൊരാൾക്കും പിടികിട്ടാത്തൊരു അത്ഭുതമായൊരു പ്രതിഭാസമാണ്. ലോകത്ത് ആത്മാവിനെ കുറിച്ച് ആരോടൊരു നിർവചനം ചോദിച്ചാലും ആത്മാവിനെ കുറിച്ച് മറ്റൊന്നും നമുക്ക് പറയാൻ കഴിയില്ല എന്നതാണ് ലോകത്ത് ബുദ്ധിയുണ്ടെന്ന് അവകാശപ്പെടുന്ന മുഴുവൻ മനുഷ്യരും പറയുന്ന അഭിപ്രായം. ഇനി ഖിയാമത്ത് നാൾ വരെ ഏതൊക്കെ ശാസ്ത്രീയപ്പെടുക്കൾ രംഗത്ത് വന്നാലും, എത്ര വലിയ പുരോഗതികൾ കൈവരിച്ചാലും, എത്ര വലിയ ശാസ്ത്രീയ നേട്ടങ്ങൾ കൈവരിച്ചാലും, റൂഹിനെ കുറിച്ച് കമാ എന്നൊരക്ഷരം പറയാൻ, അതിനെക്കുറിച്ചൊരു നിർവചനം പറയാൻ ലോകത്തൊരാൾക്കും കഴിയില്ല. കാരണം 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആത്മാവിനെ കുറിച്ച് ആളുകൾ ചോദിച്ചപ്പോ അതിന്റെ മറുപടി പറഞ്ഞു കൊടുക്കാൻ അല്ലാഹുവിന്റെ കലാമായ ഖുർആൻ പറഞ്ഞ മറുപടി, അല്ലാഹു പ്രവാചകനോട് പറഞ്ഞ മറുപടി എന്താ? 14 നൂറ്റാണ്ടുകൾക്കപ്പുറം ഹബീബായ നബി തങ്ങൾ ഓതിക്കൊടുത്ത് പരിശുദ്ധമായ ഖുർആനിന്റെ വാക്യം 1400 വർഷങ്ങൾക്കപ്പുറം പ്രവാചകനതാ ഗുഹയിൽ ധ്യാനനിരതരായിരിക്കുന്ന പ്രത്യേക പശ്ചാത്തലത്തിൽ 40ഓളം വർഷക്കാലം അക്ഷരങ്ങൾ കബലിതനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഗുഹയിൽ ധ്യാനനിരതരായിരിക്കുന്ന പ്രത്യേക പശ്ചാത്തലം. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റഅ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. പേരുകൊണ്ട് എഴുതാൻ പഠിപ്പിച്ച റബ്ബിന്റെ നാമത്തിൽ, രേഖക്കടങ്ങളിൽ നിന്നും നിങ്ങളെ സൃഷ്ടിച്ച ജഗന്നിയന്താവിന്റെ നാമത്തിൽ വായിക്കുക, പഠിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി വിദ്യാഭ്യാസ വിപ്ലവത്തിന്റെ വിസ്ഫോടനം സൃഷ്ടിച്ച വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു ഏത് കേൾപ്പിക്കുന്നു? നബിയേ, ആത്മാവിനെ കുറിച്ച് ജനങ്ങൾ താങ്കളോട് ചോദിച്ചാൽ അങ്ങ് മറുപടി പറയണം. നബിയേ, ഖുലിർ റൂഹു മിൻ അംരി റബ്ബീ വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. അല്ലാഹുവിൽ മാത്രം നിക്ഷിപ്തമായൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഒരാൾക്കും നിർവചിക്കാൻ